ഹലോ മൈ ഡിയർ സി എം എ ക്യാറ്റ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോണത് സി എം എ ക്യാറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2ൻ്റെ ഡിസംബർ 25 കഴിഞ്ഞ എക്സാമിൻ്റെ QP ഡിസ്കഷനാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 പൊതുവെ എല്ലാ കുട്ടികളും ടഫ് എന്ന് പറയുന്നൊരു പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2. അങ്ങനെ ഒന്നുമില്ല, സ്റ്റഡി മെറ്റ് നല്ല രീതിയിൽ വായിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പർ തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കുറച്ച് തിയറി ചാപ്റ്റർ ആണെങ്കിലും സ്റ്റഡി മെറ്റിലെ സെയിം ക്വസ്റ്റൻ തന്നെയാണ് എക്സാമിന് വരുന്നത്. ഓക്കെ, ഇത്തവണ സ്റ്റഡി മെറ്റിൽ വായിച്ചിട്ട് പോകുന്നൊരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 നിങ്ങൾ ചൂസ് ചെയ്ത ആൻസർ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് എക്സാമിന് ചോദിച്ച വെയിറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? പേറോൾ അക്കൗണ്ടിങ് ആണ്. പേറോൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് സ്റ്റോർ അക്കൗണ്ടിങ്. സ്റ്റോർ അക്കൗണ്ടിൽ നിന്നും ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സെയിൽ അക്കൗണ്ടിങ്ങിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 4 അസറ്റ് അക്കൗണ്ടിങ്, അതിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്ററായ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ, ഈ ചാപ്റ്ററിൽ നിന്ന് അറൗണ്ട് ഒരു 4 യൂണിറ്റ് ഉണ്ട്. ആ 4 യൂണിറ്റും കൂടി ചേർത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, സെയിൽ ഓർ റിട്ടേൺ ബേസിസ്, ഈ 4ഉം കൂടി ചേർത്ത് ഒരു 10 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 50 മാർക്ക്. അപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ സൂപ്പർ 100 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത ടൈമിൽ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4 ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് വായിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് 40 മാർക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ ചൂസ് ചെയ്യുന്നത് നോക്കാം. ഇതായിരുന്നു ഇത്തവണ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ഫസ്റ്റ് 4 ചാപ്റ്റർ 40 മാർക്ക്. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ 10 മാർക്ക്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഇതിലാദ്യത്തെ 10 ക്വസ്റ്റ്യൻ പേറോൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേറോൾ ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ. പേറോൾ പ്രിപ്പയർ ചെയ്തത് എന്തിൻ്റെ ബേസിലാണ്? നമുക്കറിയാം, ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കണമെങ്കിൽ അറ്റൻഡൻസ് നോക്കിയായിരിക്കണം പേറോൾ കൊടുക്കുന്നത്, ഇല്ലേ? എത്ര ആൾ വർക്ക് ചെയ്തു, എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം പേറോൾ ഇത് കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. അപ്പോൾ പേറോൾ ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസ് ഓഫ് എന്തിൻ്റെ ബേസിലായിരിക്കും? അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് വേറൊരു പേരാണ് എന്ത്? ടൈം കാർഡ്. അപ്പോൾ ടൈം കാർഡിൻ്റെ ബേസിലാണ് എന്ത് കൊടുക്കുന്നത്? എംപ്ലോയിക്ക് പേറോൾ പ്രിപ്പയർ ചെയ്യണത്. അടുത്ത, ഡിഡക്ഷൻ ഫോർ പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ നോർമലി ഫോംസ് എ പെർസെൻറ്റേജ് ഓഫ്. നമുക്കറിയാം, എംപ്ലോയിക്ക് സാലറി ടൈമിൽ PF ഒക്കെ നമ്മൾ ഡിഡക്റ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ആ PF നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എന്തിന്? ബേസിക് സാലറി എന്ന പെർസെൻറ്റേജ് ആണോ, ഡിയർനെസ് അലവൻസിൻ്റെ ആണോ, ബേസിക് പ്ലസ് ഡിയർനെസ് ആണോ? യെസ്, ബേസിക്കും ഡിയർനെസ്സിൻ്റെയും പെർസെൻറ്റേജ് എന്നാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റഡി മെറ്റിൽ അങ്ങനെ തന്നെ നടക്കുന്നത് നോക്കാം. ഓക്കെ, കണ്ടോ, ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടോ? എന്താണ്? പേറോൾ ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം കാർഡ് ആണ്. അടുത്ത നോക്കിയേ, കണ്ടോ? അതായത് ഡിഡക്ഷൻ ഓഫ് PF കോൺട്രിബ്യൂഷൻ എന്തിൻ്റെ ബേസിലാണ്? കണ്ടോ, പെർസെൻറ്റേജ് ഓഫ് ബേസിക് ആൻഡ് ഡിയർനെസ് പേ, ഇത് രണ്ടിൻ്റെ ബേസിലാണ് കൊടുക്കുക. അപ്പം ബേസിക് പ്ലസ് ഡിയർനെസ് ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ഏതാണ്? ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്. ഓക്കെ, അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് എംപ്ലോയീസ് വിത്ത് ഹോൾഡിംഗ്. നമ്മൾ ചില എംപ്ലോയീസ് സാലറി ടൈമിൽ കുറേ എമൗണ്ട് പിടിക്കും, ഇല്ലേ? അപ്പോൾ അതിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻകം ടാക്സ്, പ്രൊഫൈൽ ടാക്സ്, ESI കോൺട്രിബ്യൂഷൻ, ഇത് ശരിയാണോ? നമുക്ക് നോക്കാം. അതിനകത്ത് ഏത് എമൗണ്ട് ആണ് വിത്ത് ഹോൾഡിംഗ്? നോട്ട് എ കമ്പോണൻറ്റ്. അപ്പം ഹോൾഡ് ചെയ്തത് ഏതാന്ന് നോക്കാം, ഹോൾഡ് ചെയ്യാത്തത് നമുക്ക് ഏതാന്ന് നോക്കാം. അതിന് അണ്ടർ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കോണേ, ഡിഡക്ഷൻ വിത്ത് ഹോൾഡിംഗ്, കണ്ടോ? ഡിഡക്ഷൻ വിത്ത് ഹോൾഡിംഗ് ഫ്രം എംപ്ലോയീസ് ഏണിങ്സ് ഏതൊക്കെയാണ്? PFും ESI ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് ടാക്സും പ്രൊഫഷണൽ ടാക്സും ഉണ്ട്, ഇൻകം ടാക്സും ഉണ്ട്. ഇത്രയില്ലേ? അപ്പോൾ ഇവിടെ ഏതില്ല? GST ഉണ്ടോ? ഇല്ല. അപ്പോൾ GST ഒന്നും എന്തല്ല, ഇതിൽ പിടിക്കൂല. ഓക്കെ, അന്നേരം തേർഡ് ക്വസ്റ്റിന് ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഔട്ട്സോഴ്സ് കൊടുക്കുന്നത് പേറോൾ സിസ്റ്റം ഇസ് സ്യൂട്ടബിൾ ഓഫ് സ്മോൾ ഫേംസ്. ശരിയാണ്, പേറോളിൻ്റെ ആ പ്രോസസ്സ് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് സ്മോൾ ഫേമിന് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. സച്ച് പേറോൾ സിസ്റ്റം ഇസ് കോസ്റ്റ് എഫക്റ്റീവ്, അങ്ങനെ കൊടുക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവും ആൻഡ് പ്രൊവൈഡ് ഓപ്പറേഷൻ ലെവൽ റിസൾട്ടും കിട്ടും. അങ്ങനെ പുറത്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഓപ്പറേഷൻ റിസൾട്ട് കിട്ടും. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ,
വിച്ച് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ എംപ്ലോയീസ് ഏണിങ്സ്. താഴെ പറയുന്നവയിൽ എംപ്ലോയീസിൻ്റെ ഏണിങ്സിനകത്ത് ഇൻക്ലൂഡ് ആവാത്ത ഐറ്റംസ് ഏതാണെന്ന്? അലവൻസ്, കമ്മീഷൻ, ഓവർ ടൈം പേ, ഗ്രാറ്റുവിറ്റി. നമുക്ക് നോക്കാം എംപ്ലോയീസിൻ്റെ ഏണിങ്സിനകത്ത് ഇൻക്ലൂഡ് ആവാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് എംപ്ലോയീസിൻ്റെ ഏണിങ്സ് നോക്കിയേ, എല്ലാ തരത്തിലുള്ള അലവൻസ് എംപ്ലോയീസിൻ്റെ ഏണിങ്സിൽ പെടും. അതിനകത്ത് ഏത് പെടത്തില്ല? ഗ്രാറ്റുവിറ്റി ഒന്നും എംപ്ലോയീസിൻ്റെ ഏണിങ്സുമായിട്ട് റെഗുലർ ഏണിങ്സുമായിട്ട് പെടത്തില്ല. അത് റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു എംപ്ലോയി കൊടുക്കുന്ന ടൈം ഒരു ഇതാണ്. അപ്പോൾ അതെന്ത് ചെയ്യത്തില്ല? ഗ്രാറ്റുവിറ്റി ഒന്നും എംപ്ലോയീസിൻ്റെ ഏണിങ്സിൽ പെടില്ല. അപ്പോൾ ഗ്രാറ്റുവിറ്റിയാണ് ആൻസർ. പെടാത്തത് ഏതാണ്? നോട്ട് ഇൻക്ലൂഡ് അല്ലേ ചോദിച്ചത്, അപ്പം ഗ്രാറ്റുവിറ്റിയാണ്. ബാക്കി 3 അലവൻസ്, കമ്മീഷൻ, ഓവർ ടൈം പേ എല്ലാം എംപ്ലോയീസിൻ്റെ ഏണിങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഗീവൻ ബൈ എംപ്ലോയർ ടു എംപ്ലോയി. ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എംപ്ലോയിക്ക് അലവൻസ് കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയും. അത് ഈ മാക്സിമം എത്ര ചിൽഡ്രനെ പറ്റത്തോളം എന്ന് ചോദിച്ചാൽ 1, 3, 2, 4 പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും പറ്റത്തില്ല. മാക്സിമം 2 ചിൽഡ്രൻസിന് മാത്രമേ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കൂ. നമുക്ക് നോക്കാം. കണ്ടോ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കും. ആര്? എംപ്ലോയിക്ക് കൊടുക്കും. മാക്സിമം അപ് ടു എത്ര? 2 ചിൽഡ്രൻ. 2 ചിൽഡ്രൻസിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കും. ഓക്കെ, നിങ്ങൾ ടാക്സിനും പഠിച്ചിട്ടുണ്ടായിരിക്കും. അടുത്തത്, അപ്പോൾ ഇവിടെ ആൻസർ 2 ആണ്. ആൻസർ 2. ദ പേറോൾ ഡീറ്റെയിൽസ് ഓഫ് ദ എംപ്ലോയീസ് ഷുഡ് ബി റെക്കോർഡഡ് വിത്ത് ദ പേറോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡാഷ് ഫോർ ദ മന്ത്ലി പ്രോസസ്സിംഗ് ഓഫ് പേറോൾ ആൻഡ് അതർ ബെനിഫിറ്റ്. ഡാഷ് ഫോർ ദ മന്ത്ലി പ്രോസസ്സിംഗ് ഓഫ് പേറോൾ ആൻഡ് അതർ ബെനിഫിറ്റ്. സെലക്ഷൻ HR ടീമാണോ? അപ്പോയിൻമെൻറ്റ് HR ടീമാണോ? ട്രേഡിംഗ് HR ടീമാണോ? റിക്രൂട്ട്മെൻറ്റ് HR ടീമാണോ? ഇതൊരു കൺഫ്യൂഷൻ ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഇത് ഞാൻ പറഞ്ഞത് റിക്രൂട്ട്മെൻറ്റ് HR ടീമാണ് എന്ത് ചെയ്യണത്? മന്ത്ലി പ്രോസസ്സിംഗ് ഓഫ് പേറോൾ ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം നോക്കുന്നത്. നമുക്ക് നോക്കാം. അത് ക്രിയേഷൻ ഓഫ് പേറോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ക്രിയേഷൻ ഓഫ് പേറോളിനകത്ത് കണ്ടോ ആ സെയിം ഡയലോഗ്. ദ പേറോൾ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി ഷുഡ് ബി റെക്കോർഡ് വിത്ത് ദ പേറോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടോ, അത് തന്നെ ബൈ ദ റിക്രൂട്ട്മെൻറ്റ് HR ടീമാണ് മന്ത്ലി പ്രോസസ്സിങ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്താണ്? റിക്രൂട്ട്മെൻറ്റ് HR ടീമാണ്. D ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾക്കിത് കാണിക്കാൻ കാരണം ഇത് ചുമ്മാ ഞാനിങ്ങനെ ആൻസർ പറഞ്ഞു തോന്നും. ഇത് ആക്ച്വലി ഒന്നുമല്ല, സ്റ്റഡി മീറ്റുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ഡയലോഗ്സ് ഒന്നും അങ്ങോട്ടും ഒന്നും മാറ്റിയിട്ടില്ല. അതേ സെയിം വേർഡ്സ്. ഓക്കെ, ഞാൻ അന്ന് സൂപ്പർ 100 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ടൈമിലും പറഞ്ഞു ഇത് മാത്രം ഡിസ്കസ് ചെയ്യുക. അഡീഷണൽ കുറച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റഡി ബെറ്റിൽ വായിക്കുക. അതിലെ ക്വസ്റ്റ്യൻ തന്നെ ഓൾമോസ്റ്റ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ ഇന്ത്യ പേറോൾ രജിസ്റ്റേഴ്സ് ആർ ടു ബി പ്രിസർവ്ഡ് ഫോർ എ മിനിമം പീരീഡ് ഓഫ്. നമ്മൾ പേറോൾ രജിസ്റ്റേഴ്സ് ഒക്കെ മിനിമം എത്ര വർഷമെങ്കിലും കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15, 10, 3, 5 അത്രയല്ല, ഒരു മിനിമം 5 വർഷമെങ്കിലും പേറോൾ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യണം. കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കണ്ടോ, പേറോൾ രജിസ്റ്റേഴ്സ് ഒരു ഓർഗനൈസേഷനിൽ മിനിമം എത്ര വർഷമെങ്കിലും? ഒരു 5 വർഷമെങ്കിലും അത് കീപ്പ് ചെയ്യണം. ഓക്കെ, അടുത്ത റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ഫോർ ദ ടൈം സ്പെൻഡ് ഡയറക്ട്ലി ഓൺ പ്രൊഡക്ഷൻ ഇസ് കോൾഡ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കും. അതിന് പറയുന്ന പേര് ഇൻസെൻറ്റീവ്, ഫ്രിഡ്ജ് ബെനിഫിറ്റ്, ഇൻഡയറക്റ്റ് ബേസ് ഒന്നുമല്ല, ഡയറക്റ്റ് ബേസ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എംപ്ലോയീസ് കൊടുക്കുന്നത് എന്താണ്? ഡയറക്റ്റ് വേജസ് ആണ്. അടുത്ത, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൺ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ബൈ എ കമ്പനി ഫോർ പേയ്മെൻറ്റ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ദ ജേണൽ എൻട്രി പാസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി ഇൻവോൾവ്. ഓക്കെ, ഒരു കമ്പനിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ടൈമിലുള്ള എൻട്രിയാണ്. ഒരു കമ്പനിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ടൈമിൽ എൻട്രി. ആദ്യം പ്രീമിയം അടയ്ക്കും, പിന്നെ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന പ്രീമിയം ആർക്ക് കൊടുക്കും? എംപ്ലോയീസിന് കൊടുക്കും. ഇത് പ്രീമിയം അടയ്ക്കുന്ന എൻട്രി അല്ല ചോദിച്ചിരിക്കുന്നത്, അത് കിട്ടുന്ന ടൈമിൽ എൻട്രി ചോദിച്ചത്. നമുക്ക് നോക്കാം, കിട്ടുന്ന ടൈമിൽ എൻട്രി നമുക്ക് നോക്കാം. നോക്കിക്കോ, അത് ഗ്രാറ്റുവിറ്റി എന്ന ഏരിയയിൽ പറയുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി പ്രീമിയം അടയ്ക്കുന്ന ടൈമിൽ ഗ്രാറ്റുവിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് പ്രീമിയം അടയ്ക്കുന്നു. ഓക്കെ, അത് കിട്ടുന്ന ടൈമിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗ്രാറ്റുവിറ്റി ഫണ്ട്. അപ്പോൾ കിട്ടുന്ന കമ്പനിക്ക് അത് കിട്ടുന്ന ടൈമിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗ്രാറ്റുവിറ്റി ഫണ്ട്. അത് എംപ്ലോയിക്ക് കൊടുക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ കിട്ടുന്ന ടൈമിൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗ്രാറ്റുവിറ്റി ഫണ്ട് എന്നല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്?
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗ്രാറ്റുവിറ്റി ഫണ്ട്, ബാങ്ക് ടു പ്രീമിയം തെറ്റാണ്. പ്രീമിയം അക്കൗണ്ട് ടു ബാങ്ക് ഇത് അടയ്ക്കുമ്പോൾ എൻട്രി ആണ്. ഗ്രാറ്റുവിറ്റി ഫണ്ട് അക്കൗണ്ട് ടു ബാങ്ക് ഇത് എംപ്ലോയി കൊടുക്കുമ്പോൾ എൻട്രി. അപ്പോൾ കിട്ടുന്ന ടൈമിൽ ബാങ്ക് അക്കൗണ്ട് ടു ഗ്രാറ്റുവിറ്റി ഫണ്ട് എന്നല്ലേ, അപ്പോൾ എ ആണ് ആൻസർ. കണ്ടോ, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് പേറോൾ അക്കൗണ്ടിങ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ 10 മാർക്കിനുള്ള വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 to 20 സ്റ്റോർ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇൻവെൻട്രി ഇസ് ഹെൽഡ് ഫോർ എ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഇസ് കാൾഡ്. ഇൻവെൻട്രി ഹെൽഡ് ഫോർ സെയിൽ, അത് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് കാൾഡ് സ്റ്റോഴ്സ് ആണോ, കൺസ്യൂമബിൾ ഐറ്റംസ് ആണോ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണോ, ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ? നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണെന്ന്. അതായത് കണ്ടോ, ആ ഇതിൽ മാറ്റമൊന്നുമില്ല. കണ്ടോ, ഇൻവെൻട്രീസ് ഗുഡ്സ് നമുക്ക് പല പേര് അറിയപ്പെടും. ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. അതിനകത്ത് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഹെൽഡ് ഫോർ എ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്? ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ്. അടുത്ത, ഇൻ ദ കണ്ടക്സ്റ്റ് ഇൻവെൻട്രി കൺട്രോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെഷേഴ്സ് ഓഫ് റീഓർഡർ ലെവൽ. നമുക്ക് കുറേ ലെവൽസ് പഠിക്കാനുണ്ട്. ആ ലെവലിന് ഇക്വേഷൻ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ഒരു ബേസ് പ്രോബ്ലം ചോദിക്കൂ. ചിലപ്പോൾ ആ ഇക്വേഷൻ ആയിരിക്കും ചോദിക്കണത്. ഇവിടെ റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. നമുക്കറിയാം റീഓർഡർ ലെവൽ എപ്പോഴാണ്? മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അത് തന്നെയാണോ നമുക്ക് നോക്കാം. റീഓർഡർ ലെവൽ, റീഓർഡർ ഇക്വേഷൻ എന്താണ്? മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പോൾ അതെല്ലാം ഉണ്ടോ നമുക്ക് നോക്കിയാലോ. മാക്സിമം യൂസേജ് ഉണ്ട്, ഇത് മേളിൽ മാക്സിമം യൂസേജ് ഉണ്ട്, പക്ഷേ മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ അതല്ല. രണ്ടാമത് മാക്സിമം യൂസേജ് ഉണ്ട്, മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പോൾ ഏതാണ് ആൻസർ? ബി ആണ് ആൻസർ. അടുത്ത, ഇൻ കേസ് ഓഫ് അർജൻസി വരുന്ന ടൈമിൽ എപ്പോഴാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഷോൾ ബി ഡൺ ത്രൂ എ ലോക്കൽ പർച്ചേസിങ് കമ്മിറ്റിയാണ്. ഇതിൽ അർജൻസി വരുന്ന സമയത്ത് പർച്ചേസ് കമ്മിറ്റി വെച്ചാണ് പർച്ചേസ് ചെയ്യണത്. അങ്ങനെയെങ്കിൽ ആ പർച്ചേസ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് മിനിമം വേണം? എത്ര മെമ്പേഴ്സ് വേണമെന്ന് ചോദിച്ചാൽ 3 മെമ്പേഴ്സാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടോ, പർച്ചേസ് കമ്മിറ്റിയിൽ എന്തെങ്കിലും അർജൻസി വന്നു കഴിഞ്ഞാൽ കമ്മിറ്റി എത്ര? അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 മെമ്പേഴ്സാണ് വേണ്ടത്. ഓക്കെ, അണ്ടർ ഡാഷ് മെത്തേഡ് പ്രൈസിങ് ഓഫ് മെറ്റൽ ഫ്രം ദ വെയർ ഹൗസ് ഇസ് ബേസ്ഡ് അസംഷൻ ദാറ്റ് മെറ്റൽ റിസീവ്ഡ് ലേറ്റസ്റ്റ് ഈസ് ഇഷ്യൂഡ് ഫസ്റ്റ്. ലാസ്റ്റ് കിട്ടിയത് ആദ്യം പോകും. അപ്പോൾ ഏതാണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പോൾ കിട്ടിയത് ഇപ്പോൾ പോകും. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അടുത്ത, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓർഡറിംഗ് കോസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ആൻഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഓർഡർ. ഓക്കെ, ലാർജ് ദ ഓർഡർ സൈസ് വരുമ്പം ഹയർ വിൽ ബി ദ ഓർഡർ പ്ലേസിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ്. നമുക്ക് നോക്കാം എങ്കിലും അത് മനസ്സിലാവും. നോക്കാം, ഓർഡറിംഗ് കോസ്റ്റ് കുറിച്ച് എന്താ പറയുന്നത്? അപ്പം നമുക്കൊരു EOQ കാണാനുള്ള ഇക്വേഷനാണ് √2AO / C. അപ്പോൾ അതിനകത്ത് A എന്ന് പറയുമ്പോൾ ആനുവൽ കൺസംഷൻ, O എന്ന് പറയുമ്പോൾ എന്താ ഓർഡറിംഗ് കോസ്റ്റ്, C എന്ന് പറയുമ്പോൾ എന്താ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഇവിടെ പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് വെച്ച് എന്താണ്? ദ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡർ റെഫേഴ്സ് ടു കോസ്റ്റ് ഇൻകേർഡ് അക്യൂറിംഗ് മെറ്റീരിയൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ്. നമ്പർ ഓഫ് ഓർഡർ പ്ലേസ്ഡ് ആൻഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഓർഡേർഡ്. അതാണോ സ്റ്റേറ്റ്മെൻറ്റ് 1 കിടക്കുന്നത്? അതെ, കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ആൻഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഓർഡർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. അടുത്ത പറഞ്ഞത് ലാർജർ ഓർഡർ സൈസ് ഉണ്ടെങ്കിൽ ഹയർ വിൽ ബി ദ ഓർഡറിംഗ് പ്ലേസിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഹയർ ആകുന്നു. നമുക്ക് നോക്കിയോ, ക്വസ്റ്റ്യൻ പറയാണ്, ഇഫ് ദ ഓർഡർ സൈസ് ഈസ് ലാർജർ ആണെങ്കിൽ ദ ക്വാണ്ടിറ്റി ദ ഓർഡറിംഗ് പ്ലേസിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ലോവർ ആവുന്ന പറഞ്ഞേക്കുന്നത്. ലോവർ ആവുന്ന മനസ്സിലിരിക്കുന്നത്. അപ്പോൾ ലാർജർ എന്താ പറയുക, ഓർഡർ സൈസ് ഉണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താവും? ലോവർ ആവും. അപ്പോൾ ഇവിടെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ് അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമല്ലേ ട്രൂ. അപ്പോൾ എന്താണ്? ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം മെജോറിറ്റി സിറ്റുവേഷനിലും ബോത്ത് എന്താണ് 1 and 2 ട്രൂ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഫുള്ള് വായിച്ച് നോക്കണം. 2 സ്റ്റേറ്റ്മെൻറ്റും ക്ലിയർ ആയിട്ട് വായിക്കണം. ഓക്കെ, അടുത്ത, ദ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ വിച്ച് ഇസ് ഗീവൻ 2AO / C. അത് C എന്തുവാണ് പറയുന്നത്? ഫസ്റ്റ് A എന്താണ്? ആനുവൽ കൺസംഷൻ ആണ്. O എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ്. C എന്ത്?
ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനമാണ്. ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനമാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതും ചെക്ക് ചെയ്യാം. സിമ്പിളാണ് എങ്കിലും പറയാം. കണ്ടോ, എ ആനുവൽ കൺസംഷൻ, ബി ബൈയിങ് കോസ്റ്റ് പെർ അവർ അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ്, എന്താണ് സി എന്താണ് ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. കണ്ടോ, അപ്പോൾ സി എന്തോ പറയണത് ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. അടുത്ത ഡാഷ് ഓഫ് ദ പ്രൈസിങ് ഇൻവെൻട്രി ഇഷ്യൂസ്. ഇൻവെൻട്രി പ്രൈസിങ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ അസ്യൂം ദാറ്റ് സ്റ്റോക്ക് ഓഫ് മെറ്റൽ ഷുഡ് ഓൾവേസ് വാല്യൂഡ് അറ്റ് ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. അപ്പോൾ ലോവസ്റ്റ് സ്റ്റോക്കിൻ്റെ വാല്യൂ ചെയ്ത ടൈമിൽ ലോവസ്റ്റ് പോസിബിൾ പ്രൈസിൽ വാല്യൂ ചെയ്തത് ഏത് മെത്തേഡിലാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടൊന്നും അല്ല, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും അല്ല. അപ്പോൾ ഇത് രണ്ടിൽ ഏതോ ഒരെണ്ണമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ലോവസ്റ്റ് പോസിബിൾ പ്രൈസിൽ വാല്യൂ ചെയ്ത് നമുക്ക് നോക്കാം. ഏതാണ്? ഹയസ്റ്റ് ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ്. കണ്ടോ, ദിസ് മെത്തേഡ് ഇസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് സ്റ്റോക്ക് ഓഫ് മെറ്റൽ വുഡ് ബി ഓൾവേസ് വാല്യൂഡ് അറ്റ് ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. അപ്പോൾ ഇവിടെ ഏതാ പറഞ്ഞേക്കുന്നത്? കണ്ടോ, ലോവസ്റ്റ് പോസിബിൾ പ്രൈസ് വാല്യൂ ഏതാണ്? ഹയസ്റ്റ് ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ്. ഹയസ്റ്റ് ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ് ലോവസ്റ്റ് പോസിബിൾ പ്രൈസിൽ വാല്യൂ ചെയ്യണത്. അപ്പം സി ആണ് ആൻസർ. അടുത്ത ഡാഷ് ഇസ് ദ മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് റിലേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ജോബ് ആൻഡ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോ ജോബിനോ വേണ്ടി ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. കൂടുതലൊന്നും നോക്കണ്ട, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ്ലി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, വേണമെങ്കിൽ അതും നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, ഡയറക്റ്റ് മെറ്റീരിയലും പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇസ് ദാറ്റ് മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ. എന്തിനു വേണ്ടി? ആ പ്രൊഡക്റ്റിന് വേണ്ടി, ജോബിന് വേണ്ടി, പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് അത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ സി ആണ് ആൻസർ. അടുത്ത വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസിങ് ഓഫ് മെറ്റൽ ഇഷ്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. നമ്മൾ മെത്തേഡ് ഓഫ് പ്രൈസിങ് ഓഫ് മെറ്റൽ ഇഷ്യൂ ടൈമിൽ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ വെച്ച് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? അഡ്ജസ്റ്റ് പ്രൈസ് മെത്തേഡ് ഉണ്ട്, മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്, ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ് ഉണ്ട്. ഇത് കുറച്ച് കൺഫ്യൂഷനാണ്. നമുക്ക് നോക്കാം. സ്റ്റഡി മെറ്റീരിയൽ വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുറേ പ്രൈസിങ് മെത്തേഡ് ഉണ്ട്. അതിനകത്ത് നോക്കിയേ, ഏതാണ്? അണ്ടർ ദിസ് മെത്തേഡ്. ഏത് മെത്തേഡ്? സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡിലാണ്. ദ സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് ഓൾസോ റെഫർഡ് ടു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് ഈസ് ഫിക്സഡ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് 6 months ഓർ മോർ. പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് മെത്തേഡ് ഏതാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡിലാണ് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറയണത്. അപ്പോൾ ഇവിടെ ആൻസർ സി ആണ് ആൻസർ. അടുത്ത ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റോർ അക്കൗണ്ടിങ് LTS സ്റ്റാൻഡ്സ് ഫോർ. LTS നമ്മൾ NCS എന്താണ്? നോൺ കൺസ്യൂമർ സ്റ്റോർസ്. അപ്പോൾ LTS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LTSന്റെ ഫുൾ ഫോം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. LTS എന്താണെന്ന് ചോദിച്ചിട്ട് LTSന്റെ ഫുൾ ഫോം എന്താണ്? LTS. കാരണം അങ്ങനെ കുറേ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്യൂട്ടബിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ. LTS എന്ന് പറയുമ്പോൾ എന്താണ് നോക്കിയോ? ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ് ആണ്. ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ് ആണ് LTSന്റെ ഫുൾ ഫോം. NCS എന്ന് പറയുമ്പോൾ നോൺ കൺസ്യൂമർ സ്റ്റോർസ് ആണ്. ഇവിടെ LTS എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ വരിക ലിമിറ്റഡ് ടൈം. രണ്ടെണ്ണം ഉണ്ട്. അസറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല, ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ് അല്ലേ? അപ്പോൾ ബി ആണ് ആൻസർ. ബി ആണ് ഇവിടെ ആൻസർ. സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. പെട്ടെന്ന് ഇവിടം വരെ കറക്റ്റാണ്, പക്ഷെ ഇങ്ങോട്ട് തെറ്റിപ്പോയി. ഓക്കെ, അപ്പം ഒരു 10 മാർക്കാണ് സ്റ്റോർ അക്കൗണ്ടിങ് ചോദിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല, ഫുൾ തിയറിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 2 ചാപ്റ്റർ പേറോൾ അക്കൗണ്ടിങ് എന്നും സ്റ്റോർ അക്കൗണ്ടിങ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഫുള്ളും സ്റ്റഡി മെറ്റീരിയൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21 to 30 സെയിൽസ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസും സെയിൽസ് അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫോർ സർവീസ് ഇൻഡസ്ട്രീസ് ദ ടേം റവന്യൂ ഡിനോട്ട്സ്. പലവർക്കും അവരവരുടെ റവന്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് വ്യൂ പോയിന്റ് ചിന്തിക്കുക ടാക്സ് കളക്ഷൻ ആണ് അവരുടെ റവന്യൂ. ബിസിനസ്സിന് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്? സെയിൽസ് ആണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. അപ്പോൾ ഇവിടെ ടേം സർവീസ് ഇൻഡസ്ട്രിയുടെ റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഫഷണൽ ഇൻകം ആണ്. പ്രൊഫഷണൽ ഇൻകം നമുക്ക് നോക്കാം. കണ്ടോ, ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എൻറ്റിറ്റീസ്. കണ്ടോ, ഒരു ബിസിനസ്സിൻ്റെ ആണെങ്കിൽ എന്താണ്? സെയിലാണ്. ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ എന്താണ്? കളക്ഷൻ ത്രൂ ഡിഫറെൻറ്റ് ഫോം ടാക്സ് ആണ്. സർവീസ് ഇൻഡസ്ട്രീസിൻ്റെ ആണെങ്കിൽ എന്ത്? പ്രൊഫഷണൽ ഇൻകം ആണ്.
അപ്പോൾ ഇവിടെ ആൻസർ പ്രൊഫഷണൽ ഇൻകം ആണ്. ഓക്കെ, അടുത്ത ഡാഷ് ഇസ് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്? ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് അലവൻസ്, സെയിൽസ് റിട്ടേൺ. ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യും, സെയിൽസ് അലവൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും, സെയിൽസ് റിട്ടേൺ നമ്മൾ റെക്കോർഡ് ചെയ്തേ പറ്റൂ. ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നും എന്ത് ചെയ്യത്തില്ല, റെക്കോർഡ് ചെയ്യത്തില്ല. നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ എമൗണ്ട് മാത്രമേ അത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ബുക്സിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പം എ ആണ് ആൻസർ. സെയിൽസ് അലവൻസ് ഇസ് അക്കൗണ്ടഡ് ഫോർ ഡെബിറ്റിംഗ് സെയിൽസ് അക്കൗണ്ട് അല്ല, ഡെബിറ്റിംഗ് സെയിൽസ് അലവൻസ് അക്കൗണ്ട്, ക്രെഡിറ്റിംഗ് സെയിൽസ് അലവൻസ് അക്കൗണ്ട് അല്ല, ഡെബിറ്റിംഗ് സെയിൽസ് കമ്മീഷൻ ഒട്ടും അല്ല. അപ്പോൾ ഇത് രണ്ട് ഏതൊരെണ്ണമാണ്? അപ്പോൾ ഏതാണ്? സെയിൽസ് അലവൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ആണ്. സെയിൽസ് അലവൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഓക്കെ, വേണേ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ കണ്ടോ, ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് കേസ് പറയാണ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യത്തില്ല, ഗുഡ്സ് ട്രേഡ് ഡിസ്കൗണ്ട് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സിൽ റെക്കോർഡ് ചെയ്യില്ല. തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് ബുക്സിൽ റെക്കോർഡ് ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതാണ്? ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ്? സെയിൽസ് അലവൻസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. സെയിൽസ് അലവൻസിൻ്റെ കേസ് വരുവാണെങ്കിൽ എന്തേ, സെയിൽസ് അലവൻസ് ഇസ് എന്തേ ഡെബിറ്റഡ് ടു സെയിൽസ് അലവൻസ് അക്കൗണ്ട്. കണ്ടോ, സെയിൽസ് അലവൻസ് എന്താണ്? അതായത് നമ്മൾ കസ്റ്റമറിന് നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുത്തിട്ട് അത് ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ് തിരിച്ച് തരുന്നതിന് പകരം അവർ തന്നെ സൂക്ഷിക്കും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കും. അതാണ് സെയിൽസ് അലവൻസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് അലവൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഡാഷ് ഫോംസ് ദ ബേസിസ് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽ. ഓക്കെ അല്ലേ, ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ സെല്ലർ. ക്രെഡിറ്റ് സെയിലിൻ്റെ എന്താണ്, ഏത് ഫോമിലാണ് അറിയപ്പെടുന്നത്? ഇൻവേർഡ് ഇൻവോയ്സ് ആണോ, ഔട്ട്വേർഡ് പ്രൊഫോർമയാണോ, ക്യാഷ് ബില്ലാണോ? ഗുഡ്സ് അങ്ങോട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ ഔട്ട്വേർഡ് ഇൻവോയ്സ് ആണ്, ഇൻവേർഡ് അല്ല. ഓക്കെ, ഇതാണ് ഔട്ട്വേർഡ് ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്. അതായത് ഏതൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് നമുക്കറിയാം. മാസ്റ്റർ ഉണ്ട്, മൈസ്ട്രോ ഉണ്ട്, വിസയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഔട്ട് ഓഫ് ദ സിലബസ് അല്ലേ, ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചൊന്നും അതിലില്ലല്ലോ, ബുക്സിലില്ലല്ലോ എന്ന്. ഉണ്ട്, ബുക്സിൽ അത് ക്ലിയർ ആയിട്ട് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടോ, ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്, വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, മൈസ്ട്രോ കാർഡ്. കണ്ടോ, അങ്ങനെ 3 ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും സ്റ്റഡി മെറ്റീരിയലില്ലാത്ത ഒരു കാര്യം പോലും എക്സാമിന് ചോദിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇപ്പോൾ ആൻസർ ചുമ്മാ ഇന്നതിൻ്റെ ആൻസർ ഇന്നതാണ് പറയാതെ ജസ്റ്റ് ഞാൻ ആ സ്റ്റഡി മെറ്റീരിയൽ ആ ടോപ്പിക്ക് എവിടെയാണ് കിടക്കുന്നത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈമെങ്കിലും എക്സാം എഴുതാൻ പോയ കുട്ടികൾ സ്റ്റഡി മെറ്റീരിയൽ നല്ല രീതിയിൽ ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. ഓക്കെ, വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്യാഷ്, ഗുഡ്സ് ക്യാഷിന് വിറ്റു. ഡാഷ് ഗെറ്റ്സ് ക്രെഡിറ്റഡ്, ഗുഡ്സ് ക്യാഷ് വയ്ക്കുന്ന എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽ അല്ലേ, ഇതൊക്കെ നമ്മൾ ബേസിക്സിലെ പഠിക്കുന്നതാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, സെയിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഏതാ? ടു സെയിൽസ്. അടുത്ത നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഇസ് ദ സിറ്റുവേഷൻ ഓഫ്. നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ കുറയും, ക്യാഷ് ഔട്ട് ഫ്ലോ കൂടും. ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ കുറഞ്ഞു നിൽക്കുന്നു, ക്യാഷ് ഔട്ട് ഫ്ലോ കൂടി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഇതാണ്, ബി ആണ് ആൻസർ. ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ഇത് ഔട്ട് ഫ്ലോ ഈക്വൽ ആവില്ല. ക്യാഷ് ഫ്ലോ ഇങ്ങോട്ട് തുറന്നിരുന്നാൽ അത് എന്താണ്, കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതല്ല, എയും അല്ല. അപ്പോൾ ആൻസർ ബി ആണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അലോയിങ് ക്യാഷ് ഡിസ്കൗണ്ട്. നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ്, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. പക്ഷെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയാണ്. ഡിക്രീസിങ് ലെങ്ത് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഇത് രണ്ടും അതിൻ്റെ പർപ്പസ് തന്നെയാണ്. പക്ഷെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തിനാ, എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് കറക്റ്റ് കിട്ടാൻ അത് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പം എ ആണ് ആൻസർ. ഓക്കെ, ഇത് രണ്ടും തമ്മിട്ട് ബോത്ത് എ ആൻഡ് ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ പ്രൈമറി ഒബ്ജക്റ്റീവ് എ ആണ് ആൻസർ. അപ്പോൾ എ ആണ്. അടുത്ത കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. Whenever cash sale is made, very important, cash sale is made, cash memo is prepared and delivered to the customer after sending the goods. Okay, cash memo prepare ചെയ്യും, ശരിയാണ്. ക്യാഷ് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് മെമ്മോ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ക്യാഷ് മെമ്മോ ഇസ് റിക്വയർഡ് ടു ബി പ്രിപ്പയർഡ് ടു ഡ്യൂപ്ലിക്കേറ്റ്.
രണ്ടെണ്ണമല്ല, ട്രിപ്ലിക്കേറ്റ് ആണ്. കാരണം ഒരെണ്ണം നമ്മൾ സൂക്ഷിക്കും, ഒരെണ്ണം കസ്റ്റമറിന് കൊടുക്കും, ഒരെണ്ണം റെപ്രസെൻറ്റ് നമുക്ക് ഗവൺമെൻറ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് മാറ്റി വെക്കും. അപ്പോൾ അതാണ്, ഇപ്പോൾ ട്രിപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ആൻസർ തെറ്റാണ്. ഞാൻ കാണിച്ചു തരാം. നോക്കൂ, വെൻ എവർ ക്യാഷ് സെയിൽ ഈസ് മെയ്ഡ് ക്യാഷ് മെമ്മോ ഇസ് പ്രിപ്പയർഡ് ആൻഡ് ഡെലിവേർഡ് ടു കസ്റ്റമർ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. ഓക്കെ അല്ലേ? അടുത്തത് കണ്ടോ, ക്യാഷ് മെമ്മോ ഇസ് പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അപ്പോൾ ഇവിടെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് ശരി. അപ്പോൾ ഇവിടെ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. ഈ ഒരു വാക്കാർ ശ്രദ്ധിക്കാറില്ല. 3 ട്രിപ്ലിക്കേറ്റ് 3 ഇതാക്കേണ്ടി വരും, 3 കോപ്പി വെക്കേണ്ടി വരും, 3 കോപ്പി. സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് ഓൾസോ നോൺ. പണ്ടോട്ടേ പഠിക്കുക, റിട്ടേൺ ബുക്ക് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഇൻവേർഡ് ബുക്ക് എന്നും പറയും. അപ്പം റിട്ടേൺ ഇൻവേർഡ്, ഓക്കെ. റിട്ടേൺ ഔട്ട് അടിച്ച പർച്ചേസ് റിട്ടേൺ ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31. ക്വസ്റ്റ്യൻ നമ്പർ 31 to 40 അസറ്റ് അക്കൗണ്ടിംഗ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, എളുപ്പമാണ്. ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് അല്ലാത്ത ഏതാണ്? മെഷീനറി ടാഞ്ചിബിൾ ആണ്, ബിൽഡിംഗ് ടാഞ്ചിബിൾ ആണ്, ഫർണിച്ചർ ടാഞ്ചിബിൾ. പേറ്റൻ്റ് ഒക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പോൾ പേറ്റൻ്റ് ആണ് ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഒരു എക്സ്പെൻസ് നേരത്തെ കൊടുത്താൽ നമുക്ക് എന്താണ്? അസറ്റ് ആണ്. എന്തൊരു അസറ്റ്? അത് ഫിക്സഡ് അല്ല, ഫിക്റ്റീഷ്യസ് അല്ല, കറണ്ട് ലയബിലിറ്റി എന്തായാലും അല്ല. അപ്പോൾ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ഒരു എക്സ്പെൻസ് നേരത്തെ കൊടുത്താൽ നമുക്ക് എന്താണ്? അസറ്റ് ആണ്, കറണ്ട് അസറ്റ് ആണ്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ഇൻടാഞ്ചിബിൾ അസറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ഹെഡിലിടും. എന്ത് ഹെഡിലാണ്? നോൺ ഫിസിക്കൽ അസറ്റ് അല്ല, ക്യാപിറ്റൽ ഇൻ പ്രോഗ്രസ് അല്ല, ഫിക്റ്റീഷ്യസ് അല്ല, നോൺ കറണ്ട് അസറ്റ് എന്നൊരു ഹെഡിലാണ് എന്താണ്? ആസ് പെർ കമ്പനീസ് ആക്ട് 2030 പ്രകാരം ഇൻടാഞ്ചിബിൾ അസറ്റിനൊക്കെ സെപ്പറേറ്റ് വേറൊരു ഹെഡിൽ കൊണ്ടിടുന്നത്. ഓക്കെ, നോൺ കറണ്ട് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34 ശ്രദ്ധിക്കണം. ഓൺ ഡിസ്പോസബിൾ ഓഫ് എ ഫിക്സഡ് അസറ്റ് എ കമ്പാരിസൺ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ഒറിജിനൽ കോസ്റ്റും ഓഫ് ദ അസറ്റ് ആൻഡ് ഡിസ്പോസിബിൾ വാല്യൂ. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. പിന്നെ ദ എക്സസ് ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓവർ ഡിസ്പോസിബിൾ വാല്യൂ റെപ്രസെന്റ് ലോസ്. നമ്മൾ എപ്പോഴും ഒറിജിനൽ കോസ്റ്റ് ആയിട്ടല്ല വാല്യൂ ചെയ്യുന്നത്, ബുക്ക് വാല്യൂ ആയിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ബുക്ക് വാല്യൂ ആയിട്ടാണ് നമ്മൾ വാല്യൂ. അപ്പോൾ ഇവിടെ ആൻസർ 2 സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ക്യാരിങ് എമൗണ്ട്, അതായത് ബുക്ക് വാല്യൂ, അതായത് ഉണ്ട് നോക്കുക, ഒരു അസറ്റ് ഡിസ്പോസൽ ചെയ്യുന്ന ടൈമിൽ അറ്റ് ടൈം കമ്പാരിസൺ ഈസ് മെയ്ഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരിങ് എമൗണ്ട്, അതായത് ബുക്ക് വാല്യൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് അല്ലേ? അതെ. അതുപോലെ തന്നെ എമൗണ്ട് പ്രൊസീഡ്സ് റിസീവ് ചെയ്ത ടൈമിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുന്ന ടൈമിലും എന്താ എത്ര എമൗണ്ട് കിട്ടി അതും ക്യാരിങ് എമൗണ്ടുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യണത്. അപ്പോൾ എപ്പോഴും ബുക്ക് വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യണത്, അല്ല ഒറിജിനൽ കോസ്റ്റുമായിട്ടല്ല. ഇപ്പോൾ എത്ര വിലയുണ്ടോ എത്ര കിട്ടി, അപ്പോൾ അത് നോക്കി നമുക്ക് ലാഭമാണോ നഷ്ടമാണോ നമുക്ക് നോക്കാൻ പറ്റൂ. അപ്പോൾ ഒറിജിനൽ കോസ്റ്റുമായിട്ടല്ല, 2 സിറ്റുവേഷനിൽ കോസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ഫോൾസ് ആണ്. ഡി ആണ് ആൻസർ. അടുത്ത ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അണ്ടർ വിച്ച് estimation of cost is made in respect of group of similar small value of asset. ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്മോൾ വാല്യൂ ഓഫ് അസറ്റിന് ഇതിൽ ഏത് മെത്തഡാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏത് മെത്തഡിലാണ്? നമുക്ക് നോക്കാം. കുറേ മെത്തേഡുണ്ട്. അതിനകത്ത് റീവാല്യൂഷൻ മെത്തേഡിലാണ് പറയുന്നത്. എന്താ പറയുക? ഇൻസ്റ്റന്റ് മെത്തേഡ്, എന്താ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ബീങ് മെയ്ഡ് റെസ്പെക്ട് ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്മോൾ വാല്യൂ ഓഫ് അസറ്റ്. ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്മോൾ വാല്യൂ ഓഫ് അസറ്റിൻ്റെ ബേസിൽ നമ്മൾ ഏത് മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യണത്? റീവാലുവേഷൻ മെത്തേഡിലാണ്. റീവാലുവേഷൻ മെത്തേഡ്. അപ്പോൾ സി ആണ് ആൻസർ. സി ആണ് ആൻസർ. ഓക്കെ, വിത്ത് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ഹോൾഡ് ട്രൂ. നമുക്ക് ഓൾറെഡി അറിയാം. അസറ്റ് ഈക്വൽ ടു എന്താണ്? ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ, അല്ലെങ്കിൽ ഇക്വിറ്റി എന്നല്ലേ? അപ്പോൾ അസറ്റ് ലൈബിലിറ്റി മൈനസ് ഇക്വിറ്റി ഇതല്ല, ഇൻറ്റു അല്ല, ലൈബിലിറ്റി പ്ലസ് അല്ല. അപ്പോൾ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലൈബിലിറ്റി, ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി. ഓക്കെ, അപ്പം എ ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഡാഷ് റെപ്രസെൻറ്റ് ഡെപ്റ്റ് ഓഡിറ്റ് ടു ദ ഫേം. എമൗണ്ട് കൊടുക്കാനുണ്ട്, ഫേമിന് കൊടുക്കാനുണ്ട്. ഇറ്റ്സ് ബൈ കസ്റ്റമർ അറൈസിങ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മളൊരു ബില്ലുണ്ടാക്കും. ഏതാണ്? അക്കൗണ്ട് റിസീവബിൾ ആണ്. അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റോ അക്കൗണ്ട് പേബിൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ ഒന്നുമല്ല. ഇതാണ് അക്കൗണ്ട് റിസീവബിൾ എന്നാണ് അതിന് പറയുന്നത്. കസ്റ്റമർ ബിസിനസ്സിന് പൈസ കൊടുക്കാനുണ്ട്. എപ്പോഴാണ്? അക്കൗണ്ട് റിസീവബിൾ ടൈമിൽ. അടുത്ത ഫിക്സഡ് അസറ്റ് ആർ നൗ റെഫേർഡ് ആസ്. ഫിക്സഡ് അസറ്റ് ഒക്കെ ഇപ്പോൾ ഏത് ഹെഡാണ് അറിയപ്പെടുന്നത്?
പ്രോപ്പർട്ടി എക്യുപ്മെൻ്റ് അല്ല, പ്ലാന്റ് എക്യുപ്മെൻ്റ് അല്ല, പ്രോപ്പർട്ടി പ്ലാന്റ് അല്ല, പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്, PPE എന്ന് പറയും, PPE. പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻ്റ് ആണ്, ഡി ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്, ഏത് മെത്തേഡാണെന്ന്? എ ഫിക്സഡ് ഓർ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് ചാർജ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ. എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് വെക്കുന്നത്. ഏതാണ്? പണ്ട് തൊട്ട് നമ്മൾ പഠിക്കുന്ന സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. അടുത്ത ഈ അസറ്റ് അക്കൗണ്ടിൽ തന്നെ 2 ഏരിയ ഉണ്ട്. ഒന്ന് അസറ്റ് അക്കൗണ്ടിങ്ങും ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതും, പിന്നെ പ്രോജക്റ്റ് അക്കൗണ്ടിങ് എന്നൊരു ഏരിയ ഉണ്ട്, സിമ്പിൾ ചെറിയൊരു ടോപ്പിക്കും ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 40 വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് പ്രോജക്റ്റ് അക്കൗണ്ടിങ്? പ്രോജക്റ്റ് അക്കൗണ്ടിങ്ങിലെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇസ് എ സിമിലർ ടു സ്റ്റാൻഡേർഡ് അക്കൗണ്ട്, സിമിലർ ടു സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ്. നമുക്ക് നോക്കാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നോക്കാം. സിമിലർ ടു സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് അല്ല, കണ്ടോ? പ്രോജക്റ്റ് അക്കൗണ്ട് ഡിഫർ ഫ്രം സ്റ്റാൻഡേർഡ് അക്കൗണ്ട്, സിമിലർ അല്ല, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഇറ്റ് മോണിറ്റർ ദ ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഓഫ് എ പ്രോജക്റ്റ് ഓൺലി. ഒരു പ്രോജക്റ്റിനെ മാത്രമാണ് ഫിനാൻഷ്യൽ പ്രോഗ്രസ് ചെക്ക് ചെയ്യും. നമുക്ക് എത്ര പ്രോജക്റ്റ് ഉണ്ടോ അത്രയെല്ലാം ഫുൾ ഓർഗനൈസേഷനും ചെക്ക് ചെയ്യും. അപ്പം എ അല്ല. അപ്പം ശ്രദ്ധിക്കുക, ദ പ്രോജക്റ്റ് overall project progress of the organizational element, the financial progress of a project rather than the overall progress of a organizational elements ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഇഫ് എ മോണിറ്റർ ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഓഫ് എ പ്രോജക്റ്റ് ഓൺലി അല്ല. ഇഫ് മോണിറ്റർ ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഓഫ് എ പ്രോജക്റ്റ് എലോങ് വിത്ത് ഓവറോൾ പ്രോഗ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. ഏതാണ് അപ്പോൾ ആൻസർ? സി ആണ് ആൻസർ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ 4 ചാപ്റ്ററിന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 to 40 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ? 40 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 ചാപ്റ്റർ ക്വസ്റ്റ്യൻ പേറോൾ, സെയിൽസ്, സ്റ്റോർ, അസറ്റ് അക്കൗണ്ടിങ്. അപ്പം 40 മാർക്കിന് ഫസ്റ്റ് 4 ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 5ാമത്തെ ചാപ്റ്ററിന് ചോദിച്ചത് വെറും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, വെയിറ്റേജ് കൂടുതൽ ഫസ്റ്റ് 4 ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. ഇത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററായ 5th ചാപ്റ്ററാണ്. അതായത് അതിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, സെയിൽ ഓർ റിട്ടേൺ ബേസിസ്, ഇങ്ങനെ 4 ചാപ്റ്റർ ഉണ്ട്. ആ 4 ചാപ്റ്ററും കൂടി ചേർത്ത് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വെൻ എ ബിൽ ഈസ് ഹോണേഡ് അറ്റ് ദ മെച്യൂരിറ്റി ഡേറ്റ് ദ ഡ്രോയിഡ് ഡെബിറ്റ്, ഡ്രോയർ അപ്പോൾ ഡ്രോയിഡ് അക്കൗണ്ട് ചെയ്ത് ഡെബിറ്റ് ചെയ്യുന്നത്. ആ മെച്യൂരിറ്റി ഡേറ്റിൽ ബില്ല് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോയി ഏതാണ് ഡെബിറ്റ് ചെയ്യണത്? നമുക്കറിയാം, ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടി അക്കൗണ്ട്. പിന്നെ ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? പാർട്ടി. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബില്ല് പേയബിൾ ആണ്. ആ ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ എൻട്രി എന്താണ് ഡ്രോയുടെ ബുക്കിൽ? ബില്ല് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ് എന്നല്ലേ? അപ്പോൾ ബില്ല് പേയബിൾ ആണ് ഡ്രോയുടെ ബുക്കിൽ ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ബില്ല് പേയബിൾ ആണ്. അപ്പോൾ ബില്ല് പേയബിൾ അക്കൗണ്ടാണ് ഡ്രോയിൻ്റെ ബുക്കിൽ ഡെബിറ്റ് ചെയ്യണത്. ഡ്രോയിൻ്റെ ബുക്കിൽ ആ ബില്ല് ഹോണഡ് ആകുമ്പോഴത്തേക്ക് ഡെബിറ്റ് ചെയ്യണത് ബില്ല് പേയബിൾ അക്കൗണ്ടാണ്. അടുത്ത, നോ ജേർണൽ എൻട്രി ഫോർ പേയ്മെൻറ്റ് ഫോർ ബിൽ ഓൺ മെച്യൂരിറ്റി ഈസ് റിക്വയർഡ് ടു പാസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഡ്രോയർ. ഡ്രോയറിൻ്റെ ബുക്കിൽ ബില്ല് നോ എൻട്രി, അതായത് ഡ്യൂ ഡേറ്റ് അന്ന് ബില്ല് സെറ്റിലായി. അപ്പോൾ ഡ്രോയറിൻ്റെ ബുക്കിൽ എൻട്രി വരില്ല. ഏത് സിറ്റുവേഷനിലാണ്? ഇപ്പോൾ നമുക്കറിയാം, ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് സെറ്റിലായി, അപ്പം ഡ്രോയറിൻ്റെ ബുക്കിൽ എൻട്രി വരത്തില്ല. പിന്നെ എൻഡോഴ്സ് ചെയ്ത് തേർഡ് പാർട്ടിക്ക് ബില്ല് കൊടുത്തു, ഇപ്പോൾ ഡ്യൂ ഡേറ്റിൽ പോയി മേടിച്ചോളാൻ മാത്രമുണ്ട്. ആ അങ്ങനത്തെ ബില്ല് എൻഡോഴ്സ് ചെയ്ത ബില്ലും സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ എന്ത് വരത്തില്ല? ഡ്രോയറിൻ്റെ ബുക്കിൽ എൻട്രി വരില്ല. അപ്പോൾ ഇവിടെ ബില്ല് റീറ്റേൺ ഓൺ മെച്യൂരിറ്റി അല്ല. ബില്ല് സെറ്റ് ടു കളക്ഷന് വേണ്ടി കൊടുത്ത ബില്ല് ഡ്യൂ ഡേറ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിൽ എൻട്രി വരും. ഇതുമല്ല. ബില്ല് ഈസ് എൻഡോഴ്സ്, നമ്മൾ ബില്ല് തേർഡ് പാർട്ടിക്ക് എൻഡോഴ്സ് ചെയ്തു, ഇപ്പോൾ ബില്ല് തേർഡ് പാർട്ടിയുടെ ഇരിക്കുകയാണ്. ആ ബില്ല് ഡ്യൂ ഡേറ്റ് സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയറിൻ്റെ ബുക്കിൽ എൻട്രി വരത്തില്ല. അപ്പോൾ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത, എ ബിൽ ഫോർ 3 lakh വാസ് ഡിസ്കൗണ്ടഡ് ബൈ ആദിത്യ ഹിസ് ബാങ്കർ. 3 lakhൻ്റെ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു, അപ്പോൾ 2,91,000 ബാങ്കിൽ നിന്ന് കിട്ടി. അറ്റ് മെച്യൂരിറ്റി ദ ബില്ല് വാസ് റിട്ടേൺ ബില്ല് ഡിസോണർ ആയിപ്പോയി. ദ നോട്ടിംഗ് ചാർജ് ബിങ് 400. നോട്ട് 6 ലെവലിരിക്കുന്ന ബാങ്കിൻ്റെ കയ്യിലല്ലേ, ഇപ്പോൾ ബാങ്കിന് നോട്ടിംഗ് ചാർജ് 400 രൂപ ആയിട്ടുണ്ട്. ഹൗ മച്ച് എമൗണ്ട് വിൽ ബി ദ ബാങ്ക് ഡിഡക്റ്റഡ് ഫ്രം ആദിത്യ ബാങ്ക് ബാലൻസ്? ആദ്യത്തെ ബാങ്ക് ബാലൻസിൽ നിന്ന് എത്ര പിടിക്കും? ഈ തന്ന എമൗണ്ട് ആയിരിക്കും പിടിക്കുന്നത്? അല്ല,
ഈ 3,00,000 ബില്ല് എമൗണ്ട് പ്ലസ് ഈ നോട്ടിംഗ് ചാർജ് എമൗണ്ട് കൂടി ചേർത്ത് 3,400,000 റുപ്പീസ് ആയിരിക്കും ബാങ്ക് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നത്. അപ്പം ഓക്കെ, ബാങ്ക് 3,00,000 ബില്ല 2,91,000 ആണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഡിസോണർ ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എമൗണ്ട് പ്ലസ് എന്താണ് നോട്ടിംഗ് ചാർജ് എമൗണ്ട് കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അക്കൗണ്ടിൽ നിന്ന് പിടിക്കുക. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഏതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ക്വസ്റ്റ്യൻ അല്ലേ, 3 മാർക്കിനാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അടുത്ത ദ എൻട്രി പാസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ കൺസൈനർ ഓഫ് റെക്കോർഡിംഗ് അൺസോൾഡ് സ്റ്റോക്ക് ഓൺ ദ കൺസൈൻമെന്റ് ലൈങ് വിത്ത് കൺസൈനിയുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇൻവോൾവിംഗ് ഡെബിറ്റിംഗ് ഡാഷ് ആൻഡ് ക്രെഡിറ്റിംഗ് ഡാഷ്. ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും? ഇപ്പോഴും ഗുഡ്സ് വിറ്റുപോകാത്ത ഗുഡ്സ് കൺസൈനറുടെ കയ്യിൽ ഇരിക്കുക. അപ്പം ക്ലോസിംഗ് ഡേ ആയപ്പോഴത്തേക്ക് കൺസൈനർ ഒരു എൻട്രി ചെയ്യണം. എന്ത് എൻട്രി ഇടുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഗുഡ്സ് ഇപ്പോഴും കസ്റ്റമറിന് ഇരിക്കുവാണെങ്കിൽ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്, കസ്റ്റമർ അല്ല കൺസൈനർ ഇരിക്കുവാണ്. സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ആ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സ്റ്റോക്കാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത് ആ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് ഡെബിറ്റ് ചെയ്യും, കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബി ആണ് ആൻസർ. അക്കൗണ്ട് സെയിൽ സെൻഡ് ബൈ ഡാഷ്. അക്കൗണ്ട് സെയിൽ സെൻഡ് ബൈ ഡാഷ് നമുക്കറിയാം. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റുമാണ് കൺസൈനറും കൺസൈനിയും. അപ്പം ഇപ്പോൾ എ എന്നൊരു വ്യക്തി കൺസൈനർ കുറച്ച് ഗുഡ്സ് ബിക്ക് കൊടുത്തു. അപ്പോൾ ആ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് അയക്കുന്ന ഡോക്യുമെൻറ്റ് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കും. അതിന് പറഞ്ഞ പേരാണ് പ്രൊഫോർമ ഇൻവോയ്സ്. വിറ്റിട്ട് കൺസൈനി എത്ര ഗുഡ്സ് വിറ്റ്, എത്ര രൂപയ്ക്ക് വിറ്റ്, എത്ര ബാലൻസ് ഉണ്ടെന്ന് കൺസൈനറിൻ്റെ ഡോക്യുമെൻറ്റ് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്കൗണ്ട് സെയിൽ. അപ്പോൾ അക്കൗണ്ട് സെയിൽ ആർക്ക് കൊടുക്കുന്നതാണ്? കൺസൈനി കൺസൈനറിന് കൊടുക്കുന്നതാണ്. അപ്പം കൺസൈനി ടു കൺസൈനർ ആണ് ആൻസർ. ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. ഗുഡ്സ് ഓഫ് ഇൻവോയ്സ് വാല്യൂ 12 lakh. ഗുഡ്സിൻ്റെ ഇൻവോയ്സ് 12 lakh ആണ്. ഞാൻ ഇൻവോയ്സിലാണ് കൺസൈനി ഗുഡ്സ് അയച്ചു കൊടുത്തത്. അതിനകത്ത് 20% പ്രോഫിറ്റ് ഓൺ കോസ്റ്റിലാണ് പറഞ്ഞത്. എങ്കിൽ ആ പ്രോഫിറ്റ് ലോഡ് എമൗണ്ട് എത്രയാണ്? ആ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിളാണ്. ഇവിടെ പ്രോഫിറ്റ് 20% കോസ്റ്റ് അല്ലേ, അപ്പോൾ കോസ്റ്റ് 100 എടുക്കുക, പ്രോഫിറ്റ് 20 എടുക്കുക, സെല്ലിംഗ് പ്രൈസ് 120 ആക്കുക. ഓക്കെ, ഞാൻ എത്ര ഗുഡ്സാണ് കൺസൈൻ അയച്ചു കൊടുത്തേക്കുന്നത്? 12 ലക്ഷം രൂപയുടെ ഗുഡ്സ് ആണ്. ഇതിൽ എത്രയാണ് പ്രോഫിറ്റ് ലോഡ് ചെയ്തേക്ക് നമുക്ക് അറിയണം. ഓക്കെ, ഇത് സെല്ലിംഗ് പ്രൈസായ 120 എങ്കിൽ പ്രോഫിറ്റ് എമൗണ്ട് ആയ 20 എത്ര? അപ്പോൾ എത്രയാണ്? 12 lakh ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 2 lakhൻ്റെ എമൗണ്ട് ആണ് ഞാൻ പ്രോഫിറ്റ് ആയിട്ട് ലോഡ് ചെയ്തേക്കുന്നത് 2 lakh. അപ്പോൾ എ ആണ് ആൻസർ. ഓക്കെ, എ ആണ് ആൻസർ 2 lakh. വിച്ച് ദ ഫോളോയിങ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ദ ഫോളോയിങ് ഈസ് ആർ എബൌട്ട് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ ഇവിടെയും ഒരു പറയാം, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ നിന്നും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററായ ഇപ്പോൾ ടോട്ടൽ 50 മാർക്കിന് 40 മാർക്കും ഫസ്റ്റ് 4 ചാപ്റ്ററാണ്. അടുത്ത ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൺസൈൻമെൻറ്റിൽ നിന്നൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും, ടോട്ടൽ 6 മാർക്ക്. അപ്പോൾ ബാക്കി 2 ക്വസ്റ്റ്യൻ വെച്ചായിരിക്കണം ജോയിൻറ്റ് വെഞ്ചറിൽ നിന്നും സീറോ റിട്ടേൺ ബേസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. നമുക്ക് നോക്കാം. അടുത്തതും ക്വസ്റ്റ്യൻ 47. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുക. എളുപ്പമല്ലേ? ഇറ്റ് ഇസ് എ ലിമിറ്റഡ് ഡ്യൂറേഷൻ പാർട്ണർഷിപ്പ്. ശരിയാണ്. ഇറ്റ് ഹാസ് നോ നെയിം. ശരിയാണ്. ദ കോ-വെൻഡേഴ്സ് മേ നോട്ട് കോൺട്രിബ്യൂട്ട് ഇനിഷ്യൽ ക്യാപിറ്റൽ. കൊണ്ടുവരാതിരിക്കാം. അപ്പോൾ ഏതാണ് ഈ ഓൾ ഓഫ് ദ എബോവ്? 3 ബേസിക് ഫീച്ചേഴ്സ് ആണ്. 3 ബേസിക് ഫീച്ചേഴ്സ് പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. ആകാശും ഭരണും ജോയിൻറ്റ് വെഞ്ചർ എൻട്രി ചെയ്തിട്ടുണ്ട്. അവരുടെ റേഷ്യോ 3:2 ആണ് റേഷ്യോ. ഓക്കെ, ആകാശ് പർച്ചേസ്ഡ് എത്രയാണ്? 1000 യൂണിറ്റ് ₹200 പെർ യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അതിന് പർച്ചേസ് ചെയ്ത ടൈമിൽ ഒരു 40,000 rupees ഇൻകർ ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് എത്രയാണ്? 1000 × 200 ചെയ്യുമ്പോൾ
2 lakh ആണ് പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഒരു 40,000 റുപ്പീസ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് 2,40,000 റുപ്പീസ് ആണ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇൻകേർഡ് എക്സ്പെൻസ് എത്രയാണ്? അപ്പോൾ ഗുഡ്സ് വിറ്റേക്കുന്നത് 20% മാർജിൻ ഓൺ സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 100 എടുക്കണം, പ്രോഫിറ്റ് 20 എടുക്കണം, കോസ്റ്റ് 80 ആകും. ഓക്കെ, അപ്പം ഇവിടെ അപ്പോൾ സെയിൽ വാല്യൂ എത്രയാണെന്ന് വെച്ചേക്കുന്നത്? ഇവിടെ കോസ്റ്റ് ദെയർഫോർ സെയിൽ വാല്യൂ ഈസ് ഈക്വൽ ടു കോസ്റ്റ് 2,40,000 റുപ്പീസ് എന്നത് 80 അല്ലേ? 80 ആണെങ്കിൽ സെയിൽ വാല്യൂ ആയ 100 എത്ര? അപ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്യുമ്പോൾ സെയിൽ വാല്യൂ 3 lakh ആണ്. സെയിലിൻ്റെ എമൗണ്ട് 3 lakh. അപ്പോൾ ഇവിടെ 3 lakh ആണ് ആൻസർ. 3 lakh ആണ് ആൻസർ. അടുത്ത അപ്പോൾ 2 മാർക്കിനാണ് ജോയിൻ വെഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. വെറും 2 മാർക്കിന്, മാറിപ്പോയി, 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞോട്ട് ചോദിച്ച ക്വസ്റ്റിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരുന്നു ജോയിൻ വെഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞോട്ട് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെയിൽ ഓർ റിട്ടേൺ ബേസിൽ. സെയിൽ ഓർ റിട്ടേൺ ബേസ് ഇസ് ഓൾസോ നോൺ ആസ്. സെയിൽ ഓർ റിട്ടേൺ ബേസിന് വേറൊരു പേര് എന്താ അറിയപ്പെടുന്നത്? ഓക്കെ, സെയിൽ ഓർ അപ്രൂവൽ ബേസിലുണ്ട്, അറ്റാച്ച്ഡ് ബേസിലുണ്ട്, അപ്പോച്ച്മെൻറ്റ് ബേസിലുണ്ട്, അലവൻസ് ബേസിലുണ്ട്. ഈ 3 പേരിലും അല്ല, സെയിൽ ഓൺ അപ്രൂവൽ ബേസിലാണ്. സെയിൽ ഓൺ അപ്രൂവൽ ബേസിൽ നമുക്ക് നോക്കാം. നോക്കിക്കേ, കണ്ടോ? ഈ ദിസ് ടൈപ്പ് ട്രാൻസാക്ഷൻ ഇസ് നോൺ ആസ് സെയിൽ ഓൺ അപ്രൂവൽ ബേസിലും പറയും, സെയിൽ ഓൺ റിട്ടേൺ ബേസിലും പറയും. ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുത്ത് വേണമെങ്കിൽ ഒരു അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അപ്പം അങ്ങനത്തെ എന്ത് പറയുന്നത്? അപ്പോൾ ഏതാണ് ഇവിടെ? സെയിൽ ഓർ റിട്ടേൺ ബേസിലും പറയാം, സെയിൽ ഓർ അപ്രൂവൽ ബേസിലും പറയാം. എളുപ്പമല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 50. പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ തന്നെ സൊല്യൂഷൻ ഉണ്ട്. ഡാഷ് ഈസ് പ്രിപ്പയർഡ് ഫോർ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് വിച്ച് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഓഫ് പാർട്ടീസ് ടു ഹൂം ഗുഡ്സ് ഹാവ് ബീൻ സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ. ഈ സെയിൽ ഓർ റിട്ടേൺ ബേസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പാർട്ടീസിൻ്റെ പേര് നമ്മൾ എഴുതി വെക്കും. അത് ഏത് ഇതിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജറിൻ്റെ ബേസിലാണ്. നമുക്ക് നോക്കാം. പാർട്ടീസിൻ്റെ പേര് സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജറിൻ്റെ ബേസിൽ വരാൻ നേരത്താണ് നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യണത്? കണ്ടോ, പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റഡ് ചെയ്യുന്ന സമയത്ത് സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജസ് ഓപ്പൺഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് ദ പാർട്ടീസ്. കണ്ടോ, പാർട്ടീസ് ടു ഹൂം ഗുഡ്സ് ഹാവ് ബീൻ സെൻഡ് ടു സെയിൽ ഓർ റിട്ടേൺ ബേസ്. ഗുഡ്സ് അയക്കുന്നത് സെയിൽ ഓർ റിട്ടേൺ ബേസിലാണെങ്കിൽ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അങ്ങനെ പാർട്ടീസിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ്? സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജറാണ്. റിട്ടേൺ ഇപ്പോൾ നമ്മൾ ഇവിടെ ഫ്യൂ ട്രാൻസാക്ഷൻ ഉണ്ട്, കൺസിഡറബിൾ ട്രാൻസാക്ഷൻ ഉണ്ട്, അങ്ങനെ ഓരോന്നും ഓരോ ബേസിലുണ്ട്. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ പാർട്ടീസിൻ്റെ പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ ഏത് ലെഡ്ജറാണ് ചോദിച്ചത്? അപ്പോൾ സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജറിൻ്റെ ബേസിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇവിടെ ആൻസർ സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജറാണ്. അപ്പോൾ ഈ 3ൻ്റെയും ഇത് അറിഞ്ഞിരിക്കണം. ഇതൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ആ ചാപ്റ്റർ അത് ഡീറ്റെയിൽ പഠിക്കുന്ന ടൈം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ആൻസർ പാർട്ടീസിൻ്റെ പേരിൽ അത് മെൻഷൻ ചെയ്ത് ബുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജറാണ്. ഓരോ പാർട്ടി ആരൊക്കെയാണോ റിട്ടേൺ ബേസിൽ എടുത്തിരിക്കുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്ത് പോകും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. അതായത് എത്ര പാർട്ടീസ് ഉണ്ടോ അത്ര പാർട്ടീസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. അപ്പം സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജറാണ് ആൻസർ. സോ ഗൈസ്, 50 ക്വസ്റ്റ്യൻസ് ഡൺ. ഇതിൽ കുറച്ച് ഏറിപ്പോൾ ഒരു 3-4-5 ക്വസ്റ്റ്യൻ മാത്രമേ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അത്ര പോലും വരില്ല, ഒരു 3-4-5 ക്വസ്റ്റ്യൻ മാക്സിമം. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ചാപ്റ്ററിൽ വെച്ച ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റഡി മെറ്റീരിയൽ വായിച്ചിട്ട് പോയ ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തവണ കഴിഞ്ഞ വട്ടത്തേക്കാളിലും ഈ അറ്റംപ്റ്റിൽ FA1 FA2 വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും നിങ്ങൾ മേജർ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സോ ഇതൊക്കെയാണ് ആൻസേഴ്സ്. ചെക്ക് ചെയ്യുക. ഓക്കെ, തെറ്റിപ്പോയിട്ടിലും വരയിടാവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, താങ്ക് യു.